students, let us see the next topic, that is program models for software design. The program design task is simplified if a program is modeled. Different program models are sequential program model, object-oriented program model, control and data flow graph model, that is synchronous data flow graph or multi-thread graph model, finite state machine for data path, multi-threaded model. So these are the different models which can be used to design the programs. അപ്പോൾ പ്രോഗ്രാം സോഫ്റ്റ്വെയർ ലെവലിൽ നമ്മൾ പ്രോഗ്രാം എടുക്കുന്ന സമയത്ത് പ്രോഗ്രാം മോഡൽഡ് ആണെങ്കിൽ അത് എളുപ്പത്തിൽ പ്രോഗ്രാം ചെയ്യാൻ പറ്റും. സോ ഡിഫറെൻറ്റ് മോഡൽസ് ഉണ്ട്. അപ്പോൾ അതിന് ഡീറ്റെയിൽസ് നമ്മൾ നോക്കുന്നില്ല, പക്ഷേ എന്തൊക്കെയാണ് മോഡൽസ് എന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ. Now next is the software for device drivers and device management in an OS or operating system. In an ES, there may be number of physical devices like timers, keyboard, display, flash memory and network cards. A program is also developed using the concept of virtual devices like a file, pipe, socket and RAM disk. ഇപ്പോൾ ഇവിടെ ഒരു എംബഡഡ് സിസ്റ്റം നമ്മൾ പറയുകയാണെങ്കിൽ അവിടെ ഡിഫറെൻറ്റ് ഫിസിക്കൽ ഡിവൈസസ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് ടൈമേഴ്സ് ആവാം, അതുപോലെ തന്നെ കീബോർഡ്, ഡിസ്പ്ലേ, മെമ്മറി ആൻഡ് നെറ്റ്വർക്ക് കാർഡ്സ്. അപ്പോൾ ഇവിടെ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുന്നത് വെർച്വൽ ഡിവൈസസും യൂസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട് പിന്നീട് മോഡ്യൂൾസിൽ. അതായത് പൈപ്പ്, സോക്കറ്റ്, ഫയൽ, ദെൻ റാം ഡിസ്ക് എക്സെട്ര. Just as a keyboard gives an input to the processor for a read, a file also gives an input to the processor. Just as the processor gives an output to a printer for a write, processor writes an output to the file. ഇപ്പോൾ ഇവിടെ നമ്മളൊരു കീബോർഡിൻ്റെ ഫങ്ഷൻ എന്താണ്? പ്രൊസസ്സറിന് ഇൻപുട്ട് കൊടുക്കാനാണ് അല്ലേ. അതേപോലെ തന്നെ ഫയൽ ഒരു ഇൻപുട്ടായിട്ട് പ്രൊസസ്സറിന് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇപ്പോൾ പ്രൊസസ്സർ പ്രിൻ്ററിലേക്ക് ഔട്ട്പുട്ട് കൊടുക്കുന്ന പോലെ തന്നെ ഫയലിലേക്കും ഔട്ട്പുട്ട് റൈറ്റ് ചെയ്യാൻ പറ്റും. Now, a device for the purpose of controlling, handling, reading and writing actions can consist of three components. That is a control register that stores the bits, a status register that provides the flags to show the device status to the device driver, and a device mechanism that controls the device action. Okay, അപ്പോൾ ഇവിടെ ഒരു ഡിവൈസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി അതുപോലെ തന്നെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി റീഡും റൈറ്റ് ഓപ്പറേഷൻസ് എല്ലാം ചെയ്യാൻ വേണ്ടി 3 കമ്പോണൻസ് ആണ് ഒരു ഡിവൈസിന് ഉണ്ടാവുക. ദാറ്റ് ഈസ് കൺട്രോൾ രജിസ്റ്റർ ഉണ്ടാവും, ദെൻ സ്റ്റേറ്റസ് രജിസ്റ്റർ, ഡിവൈസ് മെക്കാനിസം. അപ്പോൾ ഇവിടെ കൺട്രോൾ രജിസ്റ്ററിൽ ബിറ്റ്സ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. സ്റ്റേറ്റസ് രജിസ്റ്റർ എന്ന് പറയുമ്പോൾ ഫ്ലാഗ്സ് ആണുള്ളത്, അതിന് സ്റ്റേറ്റസ് കാണിക്കാൻ വേണ്ടിയുള്ള ഫ്ലാഗ്സ്. പിന്നെ ഡിവൈസ് മെക്കാനിസം, ദാറ്റ് ഇസ് ഡിവൈസ് ആക്ഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ളൊരു മെക്കാനിസം ഉണ്ടാവും. There may be input and output data buffers in a device which may be written or read by a device driver. Device driver action are to get the input into or send output from the control registers, input data buffers, output data buffers and status registers of the device. ഇവിടെ ഡിവൈസ് ഡ്രൈവർ ഒരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റാണ്. അതായത് നമുക്കിപ്പോൾ ഡിവൈസ് ഡ്രൈവർ വഴി റീഡും റൈറ്റും ചെയ്യാൻ പറ്റും ബഫേഴ്സിലേക്ക്. ഓക്കെ, ആൻഡ് അതായത് ഇൻപുട്ട് എടുക്കാം, അതുപോലെ തന്നെ ഔട്ട്പുട്ട് കൊടുക്കാം ഡിവൈസ് ഡ്രൈവർ വഴി. ഓക്കെ, ആൻഡ് ബഫേഴ്സിലേക്കും കൊടുക്കാൻ പറ്റും ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ഓക്കെ, സ്റ്റേറ്റസ് രജിസ്റ്റേഴ്സിലേക്കും അതേപോലെ കൊടുക്കാം. നൗ എ ഡിവൈസ് ഡ്രൈവർ ഈസ് സോഫ്റ്റ്വെയർ ഫോർ ഓപ്പണിംഗ്, കണക്റ്റിംഗ്, reading, writing and closing actions of the device. It is software written in high level language. The device driver executes after the programming of control register of a virtual device. The program is called device initialization or registration. The driver reads the status register, gets the input and writes the output. അതായത് ഇവിടെ ഈ ഡിവൈസ് ഡ്രൈവർ ഒരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റാണെന്ന് പറഞ്ഞല്ലോ. അതായത് അതിന് എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ നിങ്ങളൊരു പുതിയ പ്രിൻ്റർ വാങ്ങുന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ സിസ്റ്റമിലേക്ക് അത് കണക്ട് ചെയ്യുന്ന സമയത്ത് അതിന് കമ്പാറ്റബിൾ നമുക്കത് വർക്ക് ചെയ്യണമെങ്കിൽ അത് യൂസ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു ഡിവൈസ് ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. ഓക്കെ, അതൊരു സോഫ്റ്റ്വെയർ ആണ്. സോ അതായത് ഒരു ഇനീഷ്യലൈസേഷൻ, ഡിവൈസ് ഇനീഷ്യലൈസേഷൻ എല്ലാം വേണ്ടി വരും ആ സമയത്ത്. അപ്പോൾ അതിന് ശേഷം മാത്രമേ നമുക്ക് ആ ഒരു പ്രിൻ്റർ യൂസ് ചെയ്യാൻ പറ്റൂ സിസ്റ്റത്തിൻ്റെ കൂടെ. ഓക്കെ,
സോ അതാണ് നമ്മുടെ ഡിവൈസ് ഡ്രൈവർ എന്ന് പറയുന്നത്. സോ ഡിവൈസ് ഇനീഷ്യലൈസേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഡ്രൈവർ റീഡ്സ് ദ സ്റ്റാറ്റസ് രജിസ്റ്റർ, ഗെറ്റ്സ് ദ ഇൻപുട്ട്, റൈറ്റ്സ് ദ ഔട്ട്പുട്ട്. ഓക്കെ, അപ്പോൾ ആ സ്റ്റാറ്റസ് രജിസ്റ്റർ ഡ്രൈവർ റീഡ് ചെയ്യുന്നു, ഓക്കെ, ഇൻപുട്ട് എടുക്കുന്നു, ഔട്ട്പുട്ട് അതേപോലെ റൈറ്റ് ചെയ്യുന്നു. Driver controls three functions, that is initializing, which is activated by placing appropriate bits at the control register, then calling an ISR on interrupt and resetting the status flag after an interrupt service. Okay, അപ്പോൾ ഇവിടെ ഇനീഷ്യലൈസിങ് ആണ് ചെയ്യുന്നത്, വിച്ച് ഇസ് അതായത് കൺട്രോൾ രജിസ്റ്ററിലേക്ക് ചില ബിറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇനീഷ്യലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ ISR കോൾ ചെയ്യണം, അതായത് ഇൻട്രപ്റ്റ് സർവീസ് റുട്ടീൻ, അവിടെ ഒരു പ്രോഗ്രാം ഉണ്ടാവുമല്ലോ, ആ സർവീസ് റുട്ടീൻ കോൾ ചെയ്യണം. എന്നിട്ട് സ്റ്റാറ്റസ് ഫ്ലാഗ് റീസെറ്റ് ചെയ്യണം. ആ ഒരു സർവീസ് കഴിഞ്ഞാൽ, ഇൻട്രപ്റ്റിൻ്റെ പ്രോഗ്രാം സർവീസ് കഴിഞ്ഞാൽ റീസെറ്റ് ചെയ്യണം. ഡിവൈസ് മാനേജർ സോഫ്റ്റ്വെയർ പ്രൊവൈഡ്സ് കോഡ്സ് ഫോർ ഡിറ്റക്ടിങ് ദ പ്രസൻസ് ഓഫ് ഡിവൈസസ്, ഫോർ ഇനീഷ്യലൈസിങ് ദീസ് ഡിവൈസസ് ആൻഡ് ഫോർ ടെസ്റ്റിംഗ് ദ ഡിവൈസസ് ദാറ്റ് ആർ പ്രസൻറ്റ്. സോ ഡിവൈസ് മാനേജർ സോഫ്റ്റ്വെയർ ഉണ്ടാവും. അപ്പോൾ ആ സോഫ്റ്റ്വെയർ ആണ് കോഡ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഡിവൈസിൻ്റെ പ്രസൻസ് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രിൻ്റർ ആണെങ്കിൽ അത് പ്രിൻ്റർ പ്രസൻ്റ് ആണ്, അത് ഡിറ്റക്റ്റ് ചെയ്യും. ആൻഡ് ടെസ്റ്റിംഗ്, അതായത് ഡിവൈസ് ടെസ്റ്റ് ചെയ്യും. ഓക്കെ, ഇറ്റ് എൻഷുവേഴ്സ് ദാറ്റ് എനി ഡിവൈസ് ആക്സസ് ടു വൺ ടാസ്ക് ഓൺലി അറ്റ് ഗിവൻ ടൈം. അതായത് ഗിവൻ ഇൻസ്റ്റൻറ്റ്, അതായത് ഒരു സമയത്ത് ഒരു ഡിവൈസ് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റൂ, ഒരു ടാസ്ക് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, and also OS also provides and executes modules for managing the devices that associate with an ES. Okay, so operating system അതും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മൊഡ്യൂൾസ്. ഇപ്പോൾ ഈ ഡിവൈസസ് എല്ലാം മാനേജ് ചെയ്യാൻ വേണ്ടി, ESനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഡിവൈസസ് മാനേജ് ചെയ്യാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മൊഡ്യൂൾസ്. ഓക്കെ.